ഹലോ ഫുഡീസ്, വെൽക്കം ടു ദ ഷെയ്ഡ്സ് ഓഫ് സ്പൈസസ്. ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെൽത്തി ചീരക്കറിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ എടുക്കുക. അതിലേക്ക് 1/2 കപ്പ് നമ്മൾ ഓറഞ്ച് കളറുള്ള ദാൽ ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് സാമ്പാറിൻ്റെ പരിപ്പ് കൂടി എടുക്കുക കേട്ടോ. ഇത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിനാവശ്യമുള്ള 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊരു 2 വിസിലിന് കുക്ക് ചെയ്തെടുക്കണം. ഇനി ഇവിടെ ഞാൻ പച്ചച്ചീരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പച്ചച്ചീര ഞാനിവിടെ 2 കെട്ട് എടുത്തിട്ടുണ്ട്. അത് നല്ലോണം ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. നല്ലോണം കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ അരപ്പ് റെഡിയാക്കാം. അതിനു വേണ്ടി ഒരു മിക്സർ ജാറിലേക്ക് 2 പച്ചമുളക്, 1/2 കപ്പ് തേങ്ങ, 3 ചെറിയ ഉള്ളി, ഒരു പിഞ്ച് ഓഫ് ജീരകം, പിന്നെ 1/4 ടീസ്പൂണിന് മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക കേട്ടോ. ഇനി ഒരു ചട്ടി വെക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് പൊട്ടിക്കുക, വറ്റൽമുളക്, കറിവേപ്പില. ഇനി ഇതിലേക്ക് 3 ചെറിയ ഉള്ളി കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ സവാളയുടെ പകുതി ഭാഗം മതി കേട്ടോ. ഇതേപോലെ ചോപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ 2 ഗാർലിക്ക് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നല്ലോണം സോട്ട് ചെയ്യുക. ഉണ്ണിനൊക്കെ നല്ലോണം ഒന്ന് സോഫ്റ്റായി വരുന്നവരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അധികം ഒന്ന് കരിഞ്ഞു പോകാൻ പാടില്ല. നല്ലോണം ഒന്ന് വെന്ത് വാടി വരണം കേട്ടോ. അതുവരെ നമുക്ക് ഈ ഒണിയൻ നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം. ഇനി അതിലേക്ക് ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ചീര ആഡ് ചെയ്ത് കൊടുക്കാം. ചീര ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചീര അടച്ച് വെച്ച് കുക്ക് ചെയ്യുമ്പോൾ വേഗം ഒന്ന് കുക്കായി കിട്ടും. അങ്ങനെ അടച്ച് വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചീരയായ ഇട്ട ക്വാണ്ടിറ്റി എല്ലാം കുറഞ്ഞ് ചുരുങ്ങി വരും അല്ലേ. അപ്പോൾ ആ ഒരു സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ നമുക്കിതിൽ പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കുക്ക് ചെയ്ത് വെച്ച പരിപ്പ് 2 വിസിലിന് കുക്ക് ചെയ്ത് വെച്ചാൽ ഇതിൽ പരിപ്പ് കാണാൻ പാടില്ല. പരിപ്പിൻ്റെ ആ ഒരു ഗ്രേവി മാത്രമേ പാടുള്ളൂ. അതുകൊണ്ടാണ് 2 വിസിൽ പറഞ്ഞത്. അപ്പോൾ നല്ലോണം പരിപ്പ് വെന്തടിഞ്ഞ് കിട്ടണം കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് 2 മിനിറ്റ് ഒന്ന് വെച്ച് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ച തേങ്ങ പേസ്റ്റ് ഉണ്ടല്ലോ, ആ പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് നോക്കുക, ഉപ്പ് ആവശ്യമാണെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ മിക്സർ ജാറിൽ കുറച്ച് വെള്ളം കൂടി കലക്കി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നല്ലോണം ഒന്ന് തിള വരട്ടെ കേട്ടോ. കുറച്ചൊന്ന് തിള വരുന്ന സമയം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അങ്ങനെ കുറേ ഇട്ട് തിളപ്പിക്കാനൊന്നും പാടില്ല കേട്ടോ. ഒന്ന് തിള വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഓഫ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ ഹെൽത്തിയാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകും കേട്ടോ. അത് എരിവൊന്നും ഇല്ലാത്തൊരു കറിയല്ലേ. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചീരയൊക്കെ തോരനായി കഴിക്കാതെ കുട്ടികൾ ഇങ്ങനെയൊക്കെ കഴിച്ചോളൂ കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. അടിപൊളി വെറൈറ്റി റെസിപ്പീസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ, കുക്ക് വിത്ത് ലവ്.